ഹായ് എവരിവൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു പുതിയ മാസം ആദ്യത്തെ ദിവസം വിഷ് ചെയ്യുന്നു. അത് ഏറ്റവും സന്തോഷകരമായിട്ട് ഈ ദിവസവും ഈ മാസവും കടന്നു പോകേണ്ടതിനായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു ആളുടെ ഒരു ഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം കേൾക്കുവാനായിട്ട് ഇടയായി. അതായത്, എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ അവഗണന ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ആർക്കും തന്നെ അവരെ കെയർ ചെയ്യാൻ ടൈമില്ല. അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുവാനോ എടുക്കുവാനോ സാവകാശമില്ല. അതുപോലെ അവർക്ക് തന്നെയാണെങ്കിലും എക്സ്പ്രസ് ചെയ്യുവാനോ അവരുടെ കാര്യങ്ങൾ പറയുവാനോ അത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുടെ ജീവിതം കൊണ്ട് നടത്താനായിട്ടൊന്നും ഉള്ള ഒരു ഐഡിയ ഇല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാൽ നമ്മളെ തന്നെ ആക്റ്റീവായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരു എനർജിയും അതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിന് ഒരു റൊട്ടീനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയും നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സദാ ബെഡിൽ തന്നെ കഴിയുവാനായിട്ട്, അല്ലേ നമുക്കാരും കൂട്ടില്ല, നമുക്കാരും നോക്കാനില്ല എന്നുള്ള ചിന്ത എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ വരണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പ്രകാരം നമ്മളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസും നമ്മളുടെ അറിവുകളും നമ്മൾ വായിച്ചിരിക്കുന്നതായ നോളജുകളും കാര്യങ്ങളൊക്കെയും അതിൻ്റെ ഒരു ഔട്ട്കമ്മിൽ ഒരു 10% പോലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വിസ്ഡം ഒരുപാട് ഉള്ളവരും അതുപോലെ തന്നെ ജീവിതത്തിൽ പല പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ളവരും പല രീതിയിൽ ജീവിച്ചിട്ടുള്ളവരുമാരുടെ എക്സ്പീരിയൻസസ് പലതരത്തിലാണല്ലോ, നമുക്കതറിയാം. അപ്പോൾ അത് ഇന്നത്തെ ജനറേഷന് അത് അരോചകമായി തീരുകയല്ല വേണ്ടത്. പ്രത്യേകത അവർക്ക് വന്നിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ, നമ്മളുടെ അറിവുകൾ മറ്റുള്ളവരേക്ക് പകരുവാനായിട്ട് ഇന്ന് അത്രമാത്രം പ്രയാസങ്ങളില്ല. ഇന്ന് എല്ലാ തരത്തിലും നമുക്ക് എക്സ്പോഷറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെളിയിൽ ആയാലും വീടിനുള്ളിലായാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്തായാലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സ്നേഹിക്കുന്നവരെയും ഞാൻ ഈ തരുണത്തിൽ അതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അവരവരുടെ അറിവുകളെ പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഉത്സാഹം കാണിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.